വയനാട്ടിലെ കുറഞ്ഞ പോളിംഗ് അത് പരിശോധിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുമെന്ന് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നും നാളെയും കൂടെ ഒരു വിശദമായ മീറ്റിംഗ് നടത്താൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബൂത്ത് ഏജന്റുമാരെയും കൂടി വെച്ചിട്ട് ഞങ്ങളും പരിശോധിക്കും എന്താണ് പോളിംഗ് ഇങ്ങനെ ഒരു പോളിംഗ് ഇത്ര കുറയാൻ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും. പാർലമെന്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു പ്രചരണ രംഗത്ത്. എന്തായാലും അത് മനസ്സിലാക്കും. പക്ഷെ ഞങ്ങളെ ഒരു വിലയിരുത്തൽ ഇത് ഒരു കാരണവശാലും പ്രിയങ്കാജിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തെ ബാധിക്കുകയില്ല. ഇടതുപക്ഷ വോട്ടുകളും BJP വോട്ടുകളും പോൾ ചെയ്യാത്തതാണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണം എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് പൊന്നാനിയിലും മലപ്പുറത്തും അതുപോലെ വടകരയിലും ഒക്കെ കണ്ട ഒരു പ്രതിഭാസമാണ്. ഇടത് സ്ട്രോങ് ആയിട്ടുള്ള ബൂത്തുകളാണ്. ഞങ്ങളെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ വോട്ട് വരാത്തത്. അപ്പോൾ വൻതോതിൽ ഇടതുപക്ഷ വോട്ടുകളും BJP വോട്ടുകളും ഈ തവണ ഇറങ്ങിയിട്ടില്ല. അത് കാരണമാണ് ഈ പെർസെൻറ്റേജ് കുറവ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ പോലും ചോർന്നോ എന്ന സംശയമുണ്ട് ഇടതുമുന്നണിക്ക്. കഴിഞ്ഞ തവണത്തെ വോട്ടുകളിൽ കുറവ് വരുമോ എന്ന ആശങ്ക BJP നേതൃത്വത്തിനുമുണ്ട്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. സുർജിത്ത്, പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം, പ്രിയങ്കയുടെ കന്നി ദേശീയ രാഷ്ട്രീയം തന്നെ അത് ഉറ്റുനോക്കുന്നുണ്ട്. 5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളതായിരുന്നു UDF നേതാക്കളുടെ അവിടെ നിന്നുള്ള പ്രവർത്തകരുടെ പോലും പ്രതീക്ഷ. പക്ഷേ ഇങ്ങനെ പോളിംഗ് കുറഞ്ഞത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട്, ദേശീയ നേതൃത്വവും കാണുന്നുണ്ട്. ഏത് തരത്തിലുള്ള പരിശോധനയായിരിക്കും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുക? UDF NDA ക്യാമ്പുകൾ ഈ ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നത് ഏത് തരത്തിലാണ് സുർജിത്ത്? റീജിത്ത് 64.72% വയനാട്ടിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തേനേക്കാൾ 8% കുറവാണ്. ആകെ വോട്ടുകളിൽ 5 ലക്ഷത്തിന്റെ കുറവ് കൂടി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ അളവിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അങ്കലാപ്പ് പൊതുവെ മുന്നണികളിൽ പ്രകടമാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക UDF-നെയാണ്. UDF പ്രതീക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം അവർ ഉയർത്തിക്കാട്ടിയത് 6 ലക്ഷം വരെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകും, അത് എക്കാലത്തെയും ചരിത്ര ഭൂരിപക്ഷമാകും എന്നുൾപ്പെടെയുള്ള പ്രചാരണമാണ് അവർ നടത്തിയിരുന്നത്. പക്ഷേ ഈ ഫലം വരുമ്പോൾ ഒരുപക്ഷെ ആ ഒരു അളവിലേക്ക് എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നുള്ള കണക്കുകൂട്ടലിലേക്ക് UDF നേതൃത്വം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏത് വിധത്തിലാണ് ഈ വോട്ടുകളുടെ ചോർച്ച സംഭവിച്ചിട്ടുള്ളത് അന്വേഷണമാണ് UDF നടത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പല മേഖലകളിലും വോട്ട് വേണ്ട വിധത്തിൽ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമിത ആത്മവിശ്വാസം പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലും അടിത്തട്ടിൽ ഒരു പ്രവർത്തനം ആ ഒരു തരത്തിൽ സജീവമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല പലയിടങ്ങളിലും ആൾക്കൂട്ടം പ്രകടമായിരുന്നു. പക്ഷേ അതെല്ലാം വോട്ടുകളാക്കി മാറ്റുക എന്നുള്ള അവസ്ഥയിലേക്ക് UDF-ന് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പൊതു വിലയിരുത്തൽ നേതാക്കളെ സംബന്ധിച്ചുണ്ട്. T. സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന UDF ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്രമാത്രം ഇവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിരുന്നാലും ഒരു 4 ലക്ഷം വരെ 3.5 മുതൽ 4 ലക്ഷം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതീക്ഷയാണ് UDF-ന്റെ നേതാക്കൾ എല്ലാവരും തന്നെ പങ്കുവെക്കുന്നത്. പല മേഖലകളും പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം ഉണ്ടായിരുന്ന ഒരു നിയോജകമണ്ഡലമാണ് നിലമ്പൂരിൽ വോട്ട് വിഹിതം വലിയ അളവിൽ കുറഞ്ഞു. പക്ഷേ ഏറനാടും കഴിഞ്ഞ തവണ വലിയ മെജോറിറ്റി ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഏറനാട്ടിൽ വോട്ട് വിഹിതം അതായത് ഈ